കൊല്ലം പെരുമണിൽ ദമ്പതികളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമൺ കോട്ടമലയിൽ വീട്ടിൽ അഭിലാഷ്, ഭാര്യ അശ്വതി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ പെരുമൺ അമ്പലത്തിന് സമീപമുള്ള റെയിൽവേ അടിപ്പാതയ്ക്ക് മുകളിലെ ട്രാക്കിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത്. അഞ്ചാലമൂട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, മരണകാരണം എന്താണ് എന്നുള്ളൊരു നിഗമനം ഒക്കെ ഉണ്ടോ? പോലീസിന് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അപർണ, ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെയാണ് ഇത് കാണാനിടയുന്നത്. ദമ്പതികളാണ് അഭിലാഷ്, അശ്വതി, എങ്ങനെയാണ് ഇവരുടെ പേര്. ഇവർ പെരുമൺ സ്വദേശികളാണ്. ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് ഇവരുടെ മൃതശരീരം കണ്ടെത്തിയത്. അടിപ്പാതയ്ക്ക് മുകളിലുള്ള ട്രാക്കിലാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. കാരണം ആത്മഹത്യ എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. മൃതശരീരം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റു നടപടികൾക്ക് ശേഷം ബന്ധുമിത്രാദികൾക്ക് മൃതശരീരം വിട്ടു നൽകും. അപർണ, ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് കാരണം എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ 10 പ്രതികൾക്ക് ജാമ്യം. SDPI പ്രവർത്തകരായ ഷഫീഖ്, നാസർ, H ജംഷീർ, അഷ്റഫ് മൗലവി, സിറാജുദ്ദീൻ, അബ്ദുൾ ബാസിദ്, അഷ്റഫ് കെ, മുഹമ്മദ് ഷഫീഖ്, ജാഫർ ബി ജിഷാദ് എന്നിവർക്കാണ് ജാമ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ NIA കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് 10 പ്രതികളും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്രീനിവാസൻ വധക്കേസിൽ നേരത്തെ 17 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. ഇതിനെതിരെ NIA നൽകിയ അപ്പീൽ സുപ്രീംകോടതി പരിഗണനയിൽ ആണ്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യ സൂത്രധാരൻ പങ്കജ് മേനോൻ പിടിയിലായി. ഇന്ന് പുലർച്ചെ കല്ലമ്പലത്ത് വെച്ച് കരുനാഗപ്പള്ളി പോലീസാണ് ഇയാളെ പിടികൂടിയത്. പങ്കജിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. ഇതോടെ 7 പേരാണ് കേസിൽ പിടിയിലായിരിക്കുന്നത്. വിനീഷ് കൊട്ടാരക്കലിൽ നിന്ന് വീണ്ടും വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഇനി എത്ര പേരാണ് ഈ കേസിൽ പിടിയിലായിരിക്കുന്നത്? മുഖ്യ സൂത്രധാരൻ പിടിയിലായതോടുകൂടി കേസിന്റെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വരുന്നു അന്വേഷണത്തിലൂടെ എന്നുകൂടിയുള്ള ഒരു നിഗമനത്തിലാണോ അന്വേഷണ സംഘം? തീർച്ചയായും അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കൂടുതൽ വ്യക്തത ഈ ഒരു കേസിൽ വരാനിരിക്കുന്നു. കാരണം ഇതിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ കൊട്ടേഷൻ നൽകിയതായിട്ട് പോലീസ് സംശയിക്കുന്ന പങ്കജ് മേനോൻ എന്ന ആളെയാണ് പോലീസ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 3:30 കല്ലമ്പലത്ത് വെച്ചായിരുന്നു ഇയാൾ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഈ പങ്കജ് മേനോൻ പിടിയിലാകുന്നത്. പോലീസിന്റെ സ്പെഷ്യൽ ടീമാണ് അവിടെ ചെന്ന് ഈ പങ്കജ് മേനോനെ വളഞ്ഞ് പിടികൂടുകയായിരുന്നു. ഉന്നത പോലീസ് അധികാരികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കൂടുതൽ വ്യക്തത ഇതിൽ വരാനുണ്ട്. അതുപോലെ തന്നെ ഈ പങ്കജ് മേനോന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പങ്കാണ്, അതുപോലെ തന്നെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, രാഷ്ട്രീയ ബന്ധം അടക്കം പോലീസിനെ അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സന്തോഷും പങ്കജും തമ്മിലുള്ള വിരോധം എന്താണ്, ഈ കൃത്യത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കാണ് പോലീസിന് ഉത്തരം നൽകേണ്ടത്. ഇതോടുകൂടി പങ്കജ് മേനോൻ പിടിയിലായതോടുകൂടി കേസിൽ 7 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 6 പേര് റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപർണ, നേരിട്ട് പങ്കുള്ള 4 പേരും അതുപോലെ തന്നെ ഈ കൃത്യം ഇവരെ സഹായിച്ച 2 പേര്, അങ്ങനെ ഈ കൊട്ടേഷൻ നൽകിയ പങ്കജ് അടക്കം 7 പേര്, അതുപോലെ തന്നെ ഇതിന്റെ മുഖ്യപ്രതി വിനീഷ് വിവരങ്ങൾ നൽകി.